അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരും റെഡിയല്ലേ? ഇതാ ഒരുപാട് ആളുകൾ ജീവിതത്തിൻ്റെ പുതിയൊരു അധ്യായം തുറക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള ഒരുപാട് മക്കളും അതുപോലെ തന്നെ പ്രായമായ ആളുകളൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളതല്ലേ. അതിനേക്കാളേറെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ ഇതാ നിങ്ങളുടെ രണ്ട് സൈഡുകളിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. അപ്പം നമ്മളെല്ലാവരും നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതിൻ്റെ പ്രധാന റീസൺ എന്താ അറിയില്ലേ? നമ്മൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടല്ലേ. അപ്പം ഇവിടെ വന്നത് നിങ്ങൾ വലിയ അഭിമാനക്കേടായിട്ടോ അല്ലെങ്കിൽ അത് ജീവിതത്തിൽ വലിയൊരു മോശമായിട്ടോ നാണക്കേടായിട്ടോ ഒന്നും കാണണ്ട. കാരണം നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയൊരു അധ്യായം തുറക്കുകയാണല്ലേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അഡിക്ഷൻസൊക്കെ മാറ്റി നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സമൂഹത്തിനും വേണ്ടി വലിയൊരു അധ്യായം തുറന്നിട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പം അഡിക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കൂട്ടത്തിൽ കൂടുതലായിട്ടും ടീനേജ് ആണുള്ളത്. പലർക്കും പല അഡിക്ഷനാണ്. കൂടുതലായിട്ടും കാണുന്നത് ഇതിൽ ഡ്രഗ്സ് അഡിക്ഷൻ തന്നെയാണ്, പ്രത്യേകിച്ച് ടീനേജിൽ കൂടുതലായിട്ടും കാണുന്നത്. അതുപോലെ തന്നെ ഗെയിമിംഗ് അഡിക്ഷൻ അതിന് മറ്റൊരു പാർട്ടാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറെ ചർച്ച ചെയ്യേണ്ടത് ഡ്രഗ് അഡിക്ഷനെ കുറിച്ച് തന്നെയാണ്. ഗെയിമിംഗ് അഡിക്ഷനിലേക്ക് നമുക്ക് വരാം. ടീനേജിലെ ആളുകളാണ് പൊതുവായിട്ടും ഡ്രഗ്സ് അബ്യൂസിൽ പെടുക, ഡ്രഗ്സ് അഡിക്ഷനിൽ പെടുക. അപ്പോഴേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ എത്രമാത്രം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ടീനേജിനോടാണ് ഈ പറയുന്നത്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകൾ കാണുന്നുണ്ട്. എൻ്റെ മകൻ ഇങ്ങനെ ആവണം, എൻ്റെ മകൻ ഇന്ന കോളേജിൽ ചേർക്കണം, എൻ്റെ മകനെ ഭാവിയിൽ ഞാൻ ഇന്ന നിലയിലേക്ക് എത്തിക്കും, ആ മകൻ്റെ ആ പോസ്റ്റ് കണ്ടിട്ട് നാട്ടുകാരുടെ മുമ്പിൽ എനിക്കിങ്ങനെ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കണം. ഇത്തരത്തിലുള്ള വലിയ എക്സ്പെക്റ്റേഷൻസ് ആണ് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളിലുള്ളത്. നമ്മൾ ആ സമയം ജീവിതത്തിൻ്റെ സന്തോഷം കണ്ടെത്തണം. അഥവാ ഇത്ര ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ടായിട്ടും ഇതിനൊന്നും നമുക്ക് സന്തോഷം കിട്ടുന്നില്ല. എന്നിട്ട് നമുക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടണമെന്ന ആഗ്രഹത്തിൽ ഡ്രഗ്സിലേക്ക് പോകുന്നു കൂടുതൽ ആളുകളും അതിനു വേണ്ടി. പിന്നെ ടീനേജ് ആയിട്ടുള്ള ആളുകൾ ഡ്രഗ് യൂസ് ചെയ്യുന്നതിനാ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും പെണ്ണിൻ്റെ തേപ്പെട്ടിട്ട്. എന്തിനാണ് മക്കളെ നമ്മുടെ ജീവിതം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് വെറുതെ നശിപ്പിച്ച് കളയുന്നതിനാ? പ്രണയം പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. നമ്മൾ വരുന്നത് പ്രണയത്തിന് ശേഷം നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിക്കുകയാണ്. അയ്യോ അവൾ പോയല്ലോ, ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരുമില്ല, ഞാൻ എന്താ ചെയ്യുക, ഇനി അവൾക്ക് എന്നെ വേണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മൾ ഡ്രഗ്സിലേക്ക് പോവുകയാണ്. ആർക്കോ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ലൈഫ് കളയാണ്. മനസ്സിലാക്കണം നമ്മൾ. പിന്നെ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള മധ്യവയസ്കരായിട്ടുള്ള ഒരുപാട് ആളുണ്ടല്ലേ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും ഹാർഷായിട്ടുള്ളൊരു പോയിന്റ് എന്താ അറിയോ? നിങ്ങളെ കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കൾ വളരാൻ പോകുന്നത്. ഇതുപോലുള്ള ഒരുപാട് ടീനേജ് ആയിട്ടുള്ള ആളുകൾ ഇവർ ചിലപ്പോൾ ഡ്രഗ്സിലേക്ക് വന്നത് ഇവരുടെ അച്ഛനും അമ്മയൊക്കെ, അച്ഛനും അവരുടെ കുടുംബക്കാരൊക്കെ മറ്റ് ലഹരികളും മറ്റ് അഡിക്ഷൻസിലൊക്കെ പോകുന്നത് കണ്ടിട്ടായിരിക്കും. ഞാൻ ഈ അടുത്തായിട്ട് ഒരു മനോഹരമായിട്ടൊരു ചിത്രം കാണാനായിട്ടുണ്ടായി. ഞാൻ മലപ്പുറം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ആ ഒരു ചിത്രം കണ്ടത്. എന്താണെന്നറിയോ? ഒരു മധ്യവയസ്കനായിട്ടുള്ള ആള് തൻ്റെ കയ്യിലൊരു സിഗരറ്റ് അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തൻ്റെ മകൻ്റെ കൈ ഇതിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വലത്തെ കയ്യിൽ സിഗരറ്റ് ഉണ്ട്, അതേ കൈ തന്നെ തൻ്റെ മകൻ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്നത്. അപ്പം സിഗരറ്റ് പിന്നോട്ടാണ്, അയാൾ ഇങ്ങനെ നടക്കുന്ന ഒരു ചിത്രമാണ്. അതിൻ്റെ കൂടെ അതിൽ ഏറ്റവും പോയിന്റ് എന്താ അറിയോ? തൻ്റെ പിന്നിൽ നിന്നിട്ട് തൻ്റെ കയ്യിൽ പിടിച്ചിട്ടുള്ള ആ മകൻ തന്നെ തൻ്റെ കയ്യിലുള്ള സിഗരറ്റ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിത്രം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളാണ് നമ്മുടെ മക്കൾക്ക് മാതൃക. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ മക്കൾ ജീവിക്കുക. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇതിൽ നിന്ന് ക്വിറ്റാവണം. നിങ്ങൾ ക്വിറ്റാകുമ്പോൾ സമയത്ത് നിങ്ങളുടെ മക്കൾ ക്വിറ്റാവും, നിങ്ങളുടെ മക്കൾ അതിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ മക്കളുടെ മക്കൾ അതിൽ നിന്ന് മാറും. അങ്ങനെ നല്ലൊരു സമൂഹത്തെ നിങ്ങൾ കാരണം വളരെ നല്ലൊരു സമൂഹത്തെ നമുക്ക് പടുത്തുയർത്താൻ പറ്റുകയാണ്. പിന്നെ ഗെയിമിംഗ് അഡിക്ഷന് വരുമ്പോൾ അത് ഇവരോടല്ല പറയേണ്ടത്, സൈഡിലിരിക്കുന്ന മാതാപിതാക്കൾ. അതിന് ഒറ്റ ഉത്തരവായി നിങ്ങൾ തന്നെയാണ്. അത് 100% നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ അറിയോ? ചെറിയ പ്രായത്തിൽ കുഞ്ഞായിരിക്കും, ഇത്ര ഉണ്ടാവും. അപ്പം മൂലക്കിരുന്ന് കരയുന്ന സമയത്ത് തന്നെ എന്താക്കും? ഒന്ന് അടങ്ങിയിരിക്കട്ടെ എന്ന് കരുതിയിട്ട് മൊബൈൽ, നല്ല 5G സ്പീഡുള്ള മൊബൈൽ എറിഞ്ഞു കൊടുക്കും. ഇതാ കണ്ടോ, എല്ലാം കാണും. ചെറുതിലൊന്നും ഗെയിമൊന്നും കളിക്കില്ല. ചെറുതിലൊക്കെ അവർ കാർട്ടൂണ് അതുപോലത്തെ ചെറിയ 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 കാര്യങ്ങൾ കണ്ട്
പിന്നെ അവർക്ക് അതില്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തും. നിങ്ങൾ നിങ്ങളുടെ വീടുകളിലെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ. നിങ്ങൾ ഇപ്പോഴും നിങ്ങളെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ. ഇതുപോലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് നിങ്ങളുടെ മക്കളെ ഇനിയും നിങ്ങൾ കൊണ്ടാക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് എല്ലാവരും എനിക്ക് പറയാനുള്ളത്, നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഈ അഡിക്ഷനിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ടതുണ്ട്. ഈ തുച്ഛമായ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും മാറില്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഭാവിയിലേക്ക് നല്ലൊരു സമൂഹത്തെ ഉയർത്താനും സമൂഹത്തിന് വളരെ ഉപകാരപ്പെട്ട ആളുകളാവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ഹിറ്റ്ലർ ആകുമെങ്കിൽ ഞങ്ങൾ കവിതകളാകും. നിങ്ങൾ കുഴിച്ചു മൂടുമെങ്കിൽ ഞങ്ങൾ